ഫയൽസ് അപ്പോൾ എല്ലാവർക്കും ചാനൽ സ്വാഗതം. എന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ ജയസൂര്യയുടെ ടൈറ്റൻസ് എന്ന ചിത്രത്തിൻ്റെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒക്ടോബർ 1 ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. ജയസൂര്യ കൂടാതെ നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബേബി ജീനുണ്ട്, പിന്നെ വിനായകൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. ജയസൂര്യയുടെ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഓപ്പറേഷൻ ട്രാൽ. ചിത്രത്തിൻ്റെ ടീസർ ഈ വരുന്ന ഓഗസ്റ്റ് 26 രാവിലെ 11:11 വരുന്നതായിരിക്കും. മിന്നൽ മുരളിക്കും ലോകയ്ക്ക് ശേഷം നമ്മുടെ മലയാളത്തിലേക്ക് ഒരു സൂപ്പർ ഹീറോയും കൂടെ കടന്നു വരികയാണ് കോസ്മിക് സാംസൺ. ചിത്രത്തിലെ നമ്മുടെ സംഗീത് പ്രതാപാണല്ലോ നായകൻ. അപ്പോൾ ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു രസകരമായിട്ടുള്ള ഗ്ലിംസാണ്. നമ്മുടെ കാർത്തിയുടെ സർദാർ 2 എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് തിങ്കൾ നാളെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതെന്നാ വരുന്ന മറ്റു ഡീറ്റെയിലൊക്കെ എന്തായാലും നമുക്ക് സർദാർ 2 ആ ഫസ്റ്റ് ഗ്ലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സെപ്റ്റംബർ 3 റിലീസ് ചെയ്യുന്ന നമ്മുടെ ദുൽഖർ ചിത്രമാണല്ലോ അയാൻ ഗെയിം. ചിത്രത്തിൻ്റെ ഒരു മ്യൂസിക് ലോഞ്ച് വരുന്ന ഓഗസ്റ്റ് 29 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നമ്മുടെ കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പ്രകാശ് വർമ്മ നായകനായിട്ട് എത്തുന്ന ചിത്രമാണല്ലോ ലോ ആൻഡ് ഓർഡർ. ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പ്രമാണിച്ചുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കുറച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നടക്കട്ടെ. സായി അബിഗറിൻ്റെ 6ാമത്തെ സോങ് വരികയാണല്ലോ. രാധ്യമ എന്ന ഒരു ബ്രേക്കപ്പ് സോങ് ആണ്. അപ്പോൾ നമ്മുടെ ഭാഗ്യശ്രീയാണ് ഈ സോങ്ങിൽ നായികയായിട്ട് എത്തുന്നത്. ഈ സോങ്ങിൻ്റെ ഒരു ഗ്ലിംസ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ ദൃശ്യം 4 പറ്റി നമ്മുടെ പ്രൊഡ്യൂസറായ ആൻ്റണി പെരുമ്പാവൂർ മനസ്സ് പറഞ്ഞിരിക്കുകയാണ്. മഴവിൽ മനോരമയിൽ നടന്ന ഫിലിം അവാർഡിൽ അദ്ദേഹം ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ വരുന്നതായിരിക്കുമെന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ചിരഞ്ജീവി, അതായത് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ കാക്ക എന്ന സിനിമയുടെ ഈ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. 2027 ജനുവരി 13 ചിത്രം തിയേറ്ററിലെത്തുക. ഇനി കോട്ട് എന്ന ഈ ഒരു തമിഴ് ഒരു വെബ് സീരീസ് ഈ വരുന്ന സെപ്റ്റംബർ 4 അങ്ങനെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും വൈകിട്ട് 6 മണിയോടെ. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര സീരീസ് തന്നെ ആവട്ടെ. അപ്പോൾ ഇതുപോലെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.